ഹായ് ഹായ്. എന്താടി ബുദ്ധന് പൂ വെക്കുവാണോ? എന്താ അത് പാടില്ലെന്നുണ്ടോ? ബുദ്ധനെ കുറിച്ച് അറിഞ്ഞവര് അദ്ദേഹത്തിന് ഒരിക്കലും പൂ വെക്കാറില്ല. അതൊന്നും എനിക്കറിയണ്ട. എന്നാ ഞാൻ പൂ വെക്കും. ഓ, നിന്റെ ഭ്രാന്തിൽ ഇതും പെടുവായിരിക്കും. ഇവളെ കൊണ്ട് തോറ്റു. ഇതിലൊരു ഒപ്പിട്ടെ. മാഡം തരൂ. അഞ്ജലി പോവാ. ഹലോ ഹലോ. അല്ല മിസ്റ്റർ, ഒപ്പിട്ടിട്ട് പോവാൻ പറഞ്ഞില്ലേ? അഖിലാണ്ടേശ്വരി ബ്രഹ്മാണ്ട നായകി ചോറ്റാനിക്കര ഭഗവതി അമ്മേ. നിങ്ങളിരുന്നോ? അവരവര് ജോലി നോക്കിയോ? അവര് ഇന്നലെ കോളേജ് വെച്ച് നിങ്ങളുടെ പേര് കേട്ടപ്പോ ശരീരമൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് തരിച്ചു കയറുക. നീ എന്ത് പേര്? അഖിലാണ്ടേശ്വരി ബ്രഹ്മാണ്ട നായകി ചോറ്റാനിക്കര ദേവി നിങ്ങളല്ലേ? ആ, എന്താ ഞാൻ പറയുക, മോഡേൺ ആയി ഈ ലോകത്ത് രേഷ്മ, മറിയ, ഷക്കീല, അഭിലാഷ ഇങ്ങനെ പേരിടേണ്ട ഈ കാലത്ത് ഇതുപോലെ ഒരു ദൈവീകമായ പേരോ? അയ്യയ്യേ, ഇതുപോലുള്ള ചളം ഫിഗർ ഇവിടെ നിൽക്കാൻ പാടില്ല. എക്സ്ക്യൂസ് മീ, പ്ലീസ് 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 ഗോ ഗോ ഗോ. അഖിലാണ്ടേശ്വരി. അയ്യോ, എന്റെ പേര് അതല്ല, അഞ്ജലി എന്നാ. അഞ്ജലി? ഒരിലി, രണ്ടിലി, മൂന്നിലി, നാലിലി അഞ്ജലി? ആ സിനിമയിൽ അഭിനയിച്ച അഞ്ജലി? എന്തായാലും അഞ്ജലി എന്ന് പേരിട്ടിട്ട് അഞ്ജലിന്ന് 2 ട്രെയിനും 3 ബസ്സും കയറി കോളേജിലേക്ക് വരുന്നില്ലേ? പഠിത്തത്തിൽ ആൾക്ക് എന്തൊരു ഇൻട്രസ്റ്റാ. അല്ലല്ല, എന്റെ വീട് അഞ്ജലിയിലല്ല, ലിറ്റിൽ ഫ്ലവർ ചർച്ച് റോഡ്, കലൂർ. ഇവിടെ അടുത്ത് തന്നെയാ. അങ്ങനെയാണോ? അപ്പൊ രാവിലെ കോളേജിലേക്ക് ബൈക്കിൽ ഡ്രോപ്പ് ചെയ്താരാണ്? ഇയാടെ ലൈനാ? ചേച്ചേ, എനിക്ക് ലവറൊന്നുമില്ല. താങ്ക്സ്. താങ്ക്സ് എന്തിനാ പറയുന്നേ? അല്ല, നേരിട്ട് വന്ന് ഇയാൾ ആരാ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ചൂടായിട്ട് പോയെങ്കിലും എന്ന് കരുതി ഞാൻ ഇങ്ങനെ വന്നേ. അതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? അഞ്ജലി എവിടുന്നാണ് വരുന്നത്, ഏത് സ്ട്രീറ്റ്, സ്പെഷ്യൽ നോട്ട്, ആരെയും പ്രേമിച്ചിട്ടില്ല. അയ്യോ, തെറ്റായിട്ട് വിചാരിക്കണ്ട കേട്ടോ. മഴ പെയ്യുന്ന സമയത്ത് ഇന്നലെ ഇയാളെ ഞാൻ കണ്ടു. മഴയത്ത് എന്നെ പോലെ തന്നെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് കുട്ടികളുടെ കൂടെ അടിച്ചു പൊളിച്ചു അല്ലേ? അത് കണ്ടപ്പോ ഇയാളെ എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു അനിയത്തി ഉണ്ട് അഞ്ജലി. ഏത് സമയം എന്നെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കോള്. ഇതുപോലെ വട്ടുപിടിച്ച ഒരു കേസ് വേറെ ആരും ഉണ്ടായിരിക്കില്ല എന്ന്. സോ എന്നെ പോലെ ഒരാളെ കണ്ട ഉടനെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയി പോയി ഞാൻ. അതുകൊണ്ടാ നേരിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചല്ല, വേറൊന്നല്ല. എന്താ ഇവൾക്ക് വട്ടാണെന്നാണോ പറയുന്നേ? കുറച്ചേരം ഒന്ന് മിണ്ടാതിരുന്നാൽ നന്നായിരുന്നു. ഞാൻ എന്റെ അനിയത്തിയെ ഒരു പ്രാവശ്യം ഒന്ന് പരിചയപ്പെടുത്തി തരാം. വേറെ ഒന്നുമല്ല കേട്ടോ, ഇതെല്ലാം ചുമ്മാ ജസ്റ്റ് ഓഫ് ഫൺ. ഒന്നും ഇയാൾ മനസ്സിൽ വെക്കണ്ട, മറന്നേക്ക്. ഓക്കെ, എന്നാ വരട്ടെ, ബൈ. ചേച്ചി കാണാം. എടി മോളെ, കൈകോട്ട്. അങ്ങനെ ആരടാ ദേവത? ദേവതയോ? ഈ വീടിന്റെ ദേവത എന്റെ ലക്ഷ്മിയമ്മയല്ലേ? ഈ ദേവതയല്ലടാ, യൂണിവേഴ്സിറ്റിയിലെ ദേവതയുടെ കാര്യമാണ്. കോളേജിൽ വെച്ച് കണ്ടപ്പോഴേ കൈകൂപ്പി തൊഴുതില്ലേ ആ ദേവത. ആരാ പറഞ്ഞേ? ഈ പിശാച്ചാണോ പറഞ്ഞേ? അതുപോട്ട് ആ ദേവതയ്ക്ക് അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണോ നീ ഈ നാട്ടിലേക്ക് വന്നത്? അയ്യോ എന്റെ മണി, അഭിഷേകമില്ല, ഒരു അർച്ചനയില്ല. എന്റെ ടേസ്റ്റും അവളുടെ ടേസ്റ്റും ഒന്നായിരുന്നു. അതൊന്ന് സംസാരിച്ച് അത്രേ ഉള്ളൂ. എന്നാ ടേസ്റ്റ്? മണ്ണാങ്കട്ട ടേസ്റ്റ്. മഴ വന്നപ്പോ നനഞ്ഞ് കൊച്ചു പിള്ളാരെ പോലെ ഐസ്ക്രീം വാങ്ങി തിന്ന് മരം ചുറ്റി പാടി നടക്കാവുന്ന അവളോട് നീ പറഞ്ഞായിരുന്നോ? അവന്റെ ഒരു ടേസ്റ്റ് കണ്ടില്ലേ? എടാ, കോളേജിൽ പഠിക്കുന്ന പെണ്ണിനെ നോക്കി കൈകൂപ്പി തൊഴുതില്ലേ? നാണമില്ലേ? ഒന്ന് നിർത്തമ്മേ. എന്റെ അമ്മേ, കയ്യേകാലായി വീണ് പെണ്ണുങ്ങളെ കറക്കി എടുക്കുന്നതേ കെട്ടിയവന്റെ ജോലിയാണ്, എന്റെ പണിയല്ല. അതൊക്കെ വിട്ടു കാണാം. പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് അവളെ ഇഷ്ടമാന്നാ പറഞ്ഞേ, അത്ര തന്നെ. ആ കമ്പ്യൂട്ടർ പെണ്ണ് കോളേജിൽ എങ്ങനെ വന്നെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ നാടകം കളിച്ചതാ. എന്റെ പൊന്നു മോളെ, എന്നെ ഒന്ന് വെറുതെ വിടുവോ? എടാ മോനെ, പെണ്ണിനെ കാണാൻ കൊള്ളോ? എന്നെക്കാളും നന്നായിരിക്കും. ഡീ, ഒരു ദിവസം അവളെ വീട്ടിൽ കൊണ്ടുവരാൻ പറ. എടാ ആദി, ഒരു ദിവസം ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. എന്റെ മണി, എന്താ ഇതൊക്കെ? ഇതാണ് ഒരു നല്ല ഫാമിലി അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഒന്ന് അടങ്ങിയിരുന്നാ മതി കേട്ടോ. ഞങ്ങൾ അടങ്ങിക്കോളാം, നീ അവളെ മടക്കുന്നൊന്ന് കാണണം. ഹേയ്, എന്തിനാ ഇത് ചുരിദാറിന്റെ മേലെ ദുപ്പട്ടാക്കിട്ടിട്ട്? അതൊക്കെ പഴയ സ്റ്റൈലല്ലേ?
ഹായ്. ഹായ്. വീട്ടിൽ ഇന്നലെ അഞ്ജലിയെ പറ്റി ചോദിച്ചിരിക്കണമല്ലോ. നിനക്ക് എങ്ങനെ അറിയാം? നിന്റെ അനിയത്തോടെ ഇണക്കി കൊടുത്ത ഞാൻ തന്നെയല്ലേ? ഫോട്ടോവും കൊടുത്തു. എന്തിനാടാ ഇതൊക്കെ? എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ഗുഡ് മോർണിംഗ്. ഹായ്. ഹലോ. ഹലോ. മോർണിംഗ്. ഹായ്. 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 ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഹലോ. ഹായ്. ആരാടാ അത്? ലെക്ചറാണോ? ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട്. ചെയർമാൻ എന്നാ തോന്നുന്നത്. തങ്കപ്പെട്ട മനുഷ്യനാ. ഈഗോ ഒന്നുമില്ലാതെ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകും. മാത്രമല്ല പെണ്ണുങ്ങൾക്കൊക്കെ വളരെ ഈ ലോകത്ത് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ ചീത്തയും കൂടെ ഉണ്ടായിരിക്കും. അതാ ലോകത്തിന്റെ കിടപ്പ്. ഇങ്ങനെ ഒരു ഉടായിപ്പിന്റെ കൂടെ ഉത്തമന്മാരും ഉണ്ടല്ലോ ദൈവമേ. ഹായ്. സുഖമല്ലേ? സുഖമാണ് സർ. ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഫോട്ടോ എടുക്കണല്ലേ? ഫോട്ടോ ഇപ്പൊ ഞാനെടുത്ത ഫോട്ടോ എല്ലാരും കാണിക്ക. ഈ ഫോട്ടോ SMS അയക്കടാ. ആദ്യം നിന്റെ അമ്മയുടെ ഫോട്ടോ എടുക്കണം. അനിയത്തിയുടെയും ചേച്ചിയുടെ എടുക്ക. ഈ കോളേജിലെ നേതാവ് നീയാണോടാ? നേതാവാണല്ലേ നീ? കളറ് വില കൂടിയ ഷർട്ട് ഇട്ടാ നല്ലവനാകൂ നീ. ഇത് നോക്ക്, ഗെറ്റപ്പ് മാത്രം നന്നായാ പോരാ, ക്യാരക്ടർ നന്നായിരിക്കണം. എന്തിനാ ഇവിടെ വണ്ടി നിർത്തിയേ? ജപ്പാൻകാരൻ വണ്ടി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ടെന്താ? അത് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജ ചെയ്യാൻ നമ്മളല്ലേ കണ്ടുപിടിച്ചത്. വണ്ടിക്ക് ഒരു പൂജ നടത്തിയിട്ട് പോയാലോ? ഇപ്പൊ എന്തിനാ പൂജ? വണ്ടിക്കൊന്നും സംഭവിക്കണ്ടെന്ന് കരുതിയാ. ഓഹോ, അപ്പൊ നിനക്ക് സംഭവിച്ച കുഴപ്പമില്ലല്ലോ. എനിക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടിയാ. അങ്ങനെയെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ? വണ്ടിക്കും എനിക്കൊന്നും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണെന്ന്. അപ്പൊ എതിരെ വരുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ? അവൻ മുൻകൂട്ടിയെ പൂജ ചെയ്തിട്ടായിരിക്കുമല്ലോ വരുന്നത്. അതെങ്ങനെ നിനക്കറിയാം? ഏടാവൻ പൂജയോ ഭജനയോ അതാണ് നമുക്കിപ്പോ പ്രധാനം. നമ്മുടെ വണ്ടിക്ക് പൂജ ചെയ്യാന്ന്. അത് പിന്നെ വണ്ടി നിന്റെ നേരെ വരുമ്പോ ഒരു ചെറിയ തേങ്ങ മേടിച്ച് വണ്ടിക്ക് പൂജ ചെയ്യുന്നതിനാണോ ഇൻകം ടാക്സ് ചോദ്യം ചെയ്യുന്ന പോലെ ചോദിക്കുന്നത്? ആ പൂജ എനിക്ക് വേണ്ട, നിന്റെ തേങ്ങ എനിക്ക് വേണ്ട, എന്തിന് ഈ ബൈക്ക് പോലും എനിക്ക് വേണ്ട. എന്നെ വിട്ടേക്കടാ, എങ്ങനെ പോണെന്ന് എനിക്കറിയാം. ഇവന്റെ തലയ്ക്ക് നല്ല സുഖമില്ല. ബുള്ളറ്റ് നടന്നു പോവാനോ? ഏയ്, ഒക്കെ പുതുവണ്ടി തീസ്കോറാ. ഈ വണ്ടിക്കായിരിക്കോ? വല്ലാണ്ട് പഴയതാണല്ലോ. യോ അല്ലല്ല, പുതിയതാ. ഞാൻ വണ്ടിയല്ല പറഞ്ഞത്, ബുള്ളറ്റ് മൊപ്പടി പോകുന്ന ചരിത്രം എഴുതി വെച്ചോടാ. ദാ, ഈ ബിസ്ക്കറ്റ് കഴിക്കും മോളെ. എനിക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടത്. നല്ല കുട്ടിയല്ലേ, കഴിക്കേ. പറയുന്നത് കേക്കുമോ? സൺഫീസ്റ്റ് നല്ല ബിസ്ക്കറ്റാ, കഴിച്ചോ മോളെ നീ? ഹൈ സൺഫീസ്റ്റ് മിൽക്കി മാജിക്. താങ്ക് യു അങ്കിൾ. ബൈ. എടി, അവിടെ ഇരിക്കുന്ന നമ്മുടെ ആദിയല്ലേ? എന്തിനാ സംശയിക്കുന്നത്? അവൻ തന്നെയാ ഇരിക്കുന്നത്. അവൻ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? അവൻ അമ്പലത്തിലൊക്കെ വരുന്നുണ്ടോ? എടി, ഇവളെ ഹാഫ്സാനി പാവാടെ ഉടുപ്പിച്ചുകൂടായിരുന്നു? അവള് കൊച്ചല്ലേ, സാരമില്ല. അച്ഛാ അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ ബുള്ളറ്റ് ചേട്ടന് ഒരു ഫോട്ടോ കാണിച്ചത് കോളേജിലെ? ആ പെണ്ണാത്. അപ്പൊ സാർ ഇതിനു വേണ്ടിയാണ് അമ്പലത്തിൽ വരുന്നതല്ലേ? ഹലോ, ആരാ? ഇതെന്താ ഇത്ര വേഗം എന്നെ അങ്ങ് മറന്നുപോയോ? ഇന്നലെ കോളേജിൽ വെച്ച് അന്ന് നിങ്ങളല്ലേ എന്നോടെല്ലാം മറന്നേക്കാൻ പറഞ്ഞത്? ഞാൻ മറന്നു.
അർച്ചനയാണ് അഭിഷേകമാണ്. ഇതൊന്നും നമുക്ക് ശീലമല്ല. മണി സാർ, സാർ എന്താ ഇവിടെ? സാറിനോട് ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ലേ അത്? മോതിരം മാറ്റാനാണോ അതോ നേരിട്ട് രജിസ്ട്രേഷൻ ആണോ? മണി, ഇതെന്റെ ഫ്രണ്ടാണ്. ഇതെന്റെ പേരൻസ്. സിവിൽ എഞ്ചിനീയർ, ഇവള് ഹൗസ് വൈഫ്. ഞാൻ പറഞ്ഞില്ലേ, ഇതാ എന്റെ അനിയത്തി. ഓ, അന്ന് നമ്മൾ മഴയത്ത് ഐസ്ക്രീം കഴിച്ചത് കളിയാക്കിയത് ഇവളാണോ? രണ്ടുപേരുടെയും ടേസ്റ്റ് ഒന്നായതുകൊണ്ടല്ലേ സെറ്റ് ആയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതായത് ചാറ്റിംഗ്, ഡേറ്റിംഗ്, അങ്ങനെ. എന്ത് ചാറ്റിംഗ്, ഡേറ്റിംഗ്? മണി, അയ്യോ, ഒന്ന് ചുമ്മാ ഇരിക്കുന്നത്. ഒന്നുമില്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പില്ലേ, അതിനെ കുറിച്ച് പറഞ്ഞതാ. ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാലോ. എന്തറിയാന്നാ? പൊന്നു മോളെ, ഞാൻ വേണേ കാല് പിടിക്കാം. കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കോ. ഈയൊക്കെ പൂജയ്ക്ക് സമയമായി. ചെല്ലു ചെല്ലു. ആദ്യം നിക്ക്, പറഞ്ഞു വിടാൻ വരട്ടെ. മോടെ പേരെന്താ മോളെ? അഞ്ജലി. അഞ്ജലി, ദീർഘായുസായിരിക്കണം. ഇന്നു മുതൽ നീ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണ്. മോള് വീട്ടിലേക്കൊന്ന് വരണം. നിങ്ങളുടെ വീട്ടിലേക്കോ? അതെന്താ, ഞങ്ങളുടെ വീട്ടിലൊന്നും വരില്ലേ? തീർച്ചയായിട്ടും വരാം. എനിക്ക് പെണ്ണിനെ നല്ലവണ്ണം അങ്ങ് ഇഷ്ടപ്പെട്ടു. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ എന്തോ മണി ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ?